റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഗൗരി ശങ്കരൻ സീരിയല് നമ്മുടെ ഗൗരിയും ശങ്കരും പരസ്പരം അകന്നിങ്ങനെ നിൽക്കുക. അവർ ഒരിക്കലും ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല നമ്മുടെ ഗൗരി ആണെങ്കിൽ വേറെ എങ്ങോട്ടല്ല പോയിരിക്കുന്നത്, ജയിലിലോട്ടല്ലേ. നമ്മുടെ ശങ്കരനാണെങ്കിൽ ഗൗരിയെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആകെ സമനില തെറ്റിയ പോലെ പ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക കേട്ടോ. റൂമിൽ കിടന്നിട്ട് ഗൗരിയുടെ സംസാരം കേൾക്കാനും ഒന്നും പറ്റുന്നില്ല. കുപ്പിച്ചില്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആകെ ഒരു മാനസിക വിഭ്രാന്തിയെ പോലെ ശങ്കർ ആവുന്നുണ്ട്. നമ്മുടെ ഗൗരീനെ കാണാഞ്ഞിട്ട്. അതുപോലെ തന്നെ ജയിലിൽ ഇങ്ങനെ കിടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ശങ്കർ വിചാരിച്ചില്ലല്ലോ. തനിക്ക് ഗൗരീനെ രക്ഷിക്കാനും പറ്റില്ല. ഗൗരി ഗർഭിണിയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നോക്കാനോ അവിടെ ആരും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ശങ്കറാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഗൗരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടുക. നമ്മുടെ ഗൗരിയാണെങ്കിൽ ജയിലിലാണെങ്കിൽ കിടന്നിട്ട് ഗൗരിനെ എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പത്തേനും അവിടുത്തെ കുറെ ലേഡി ഗുണ്ടകളായിട്ടുള്ള കുറെ സ്ത്രീകൾ വന്നിട്ട് നമ്മുടെ ഗൗരീനെ ഉപദ്രവിക്കാനോ അതുപോലെ തന്നെ വീഴ്ത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുറെ സമയം നമ്മുടെ ഗൗരിയെ ഒഴി മാറാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും നമ്മുടെ ഗൗരിയെ തന്നെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും മറ്റൊന്നും തിരിഞ്ഞു നോക്കാനില്ലല്ലോ. ആകെപ്പാടെ സമനില തെറ്റി പോലെ ഗൗരി നിൽക്കുക. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് കരുതിയിട്ട് ഗൗരി ആ ലേഡി ഗുണ്ടകളൊക്കെ അടിച്ച് ഒതുക്കണുണ്ട്. തിരിച്ച് കണക്കിനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗൗരി ആണെങ്കിൽ അടിച്ച് പൊളിക്കുക. കോടതി ജയിലിൽ കിടന്നിട്ട് നമ്മുടെ എല്ലാവർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പത്തേനും നമ്മുടെ ശങ്കറാണെങ്കിൽ നമ്മുടെ ഗൗരി ഇങ്ങനെ അടുത്ത് വരുന്നതും രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ സീനൊക്കെ കാണിക്കുക കേട്ടോ. നമ്മുടെ ഗൗരിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ പിരിഞ്ഞ് എനിക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല, നീ എപ്പോഴും എൻ്റെ അരികിൽ വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗൗരിയുടെ മടിയിലൊക്കെ കിടക്കുക. എന്നിട്ട് നമ്മുടെ ഗൗരി ആണെങ്കിൽ ശങ്കറിന് ഉമ്മയൊക്കെ കൊടുക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഗൗരീനാണെങ്കിൽ രക്ഷിക്കാനായിട്ട് പുതിയൊരാൾ വരുന്നുണ്ട്. വന്നിട്ട് നമ്മുടെ ഗൗരീനെ നമ്മുടെ ശങ്കറിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ ശങ്കറും ഗൗരിയും ഒന്നിക്കുന്ന ഒരു സീനാട്ടോ ഇനി വരുന്നത്. അപ്പത്തേനും നമ്മുടെ ഗൗരിയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വേണിക്കാണെങ്കിൽ നന്ദിനിയോട് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ പറയുന്നുണ്ട്, നന്ദിനി അമ്മേനോട് കല സ്നേഹമൊന്നും കാണിക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് തെറ്റിദ്ധരിച്ചു വെച്ചേക്കാട്ടോ. അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോവാട്ടോ. വീട്ടിലും ചെറിയ പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പത്തേക്കും ഗൗരി ശങ്കരും അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കാനൊക്കെ പോവാട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡിന്റെ. അപ്പൊ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.